ഇറാൻ യുദ്ധം അവസാനിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്കുള്ളിൽ കരാർ ഡിജിറ്റലായും പിന്നീട് പേപ്പറിലും ഒപ്പിട്ടു. കരാറിലെ വ്യവസ്ഥകൾ ഇറാന് അനുകൂലമാണ് എന്ന ആരോപണം അമേരിക്കയിലും ഇസ്രായേലിലും ഉയർന്നിട്ടുണ്ട്. 14 വ്യവസ്ഥയിൽ ഇറാന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും തന്നെയില്ല. ആണവായുധം ഉണ്ടാക്കില്ല എന്ന വ്യവസ്ഥയിൽ പിടിച്ചാണ് ട്രംപ് വിജയം പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ആണവായുധം ഉണ്ടാക്കില്ല എന്ന് തന്നെയാണ് ഇറാന്റെ വധിക്കപ്പെട്ട പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനിയുടെ പോലും നിലപാട്. മുൻപ് പറഞ്ഞിരുന്നത് എഴുതി ഒപ്പിട്ടു എന്നതല്ലാതെ ഇറാന്റെ നിലപാടിൽ മാറ്റമില്ല. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം ഇറാന്റെ ആണവ നിലയങ്ങളിൽ ബോംബിട്ടതും ഈ വർഷം യുദ്ധം നടത്തിയതും അമേരിക്കയും ഇസ്രായേലുമാണ്. ട്രംപ് ആദ്യ തവണ പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് ബരാക് ഒബാമ ഇറാനുമായി ഒപ്പിട്ട കരാറിലും ആണവായുധം ഉണ്ടാക്കില്ല എന്ന് സമ്മതിച്ചിരുന്നതാണ്. ആ കരാർ റദ്ദാക്കിയത് ട്രംപ് തന്നെയാണ്. രണ്ടാമത് പ്രസിഡന്റായപ്പോൾ ആണവായുധത്തിന്റെ പേര് പറഞ്ഞ് യുദ്ധം ചെയ്തു. ഇറാന്റെ നിലപാട് എഴുതിക്കൊടുത്ത പോലെയായി യുദ്ധം കഴിഞ്ഞപ്പോൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും ഫ്രാൻസിൽ വെച്ചാണ് സമാധാന കരാറിൽ അഥവാ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. അത് ഇറാനും അമേരിക്കയും തമ്മിലെ കരാറാണ്. അതിൽ ഇസ്രായേൽ ഭാഗമല്ല. പക്ഷേ കരാറിലെ ആദ്യ വ്യവസ്ഥ തന്നെ ലെബനിലടക്കം എല്ലാ വിഭാഗങ്ങളിലും സൈനിക നടപടികൾ അടിയന്തരമായി അവസാനിപ്പിക്കുമെന്നതാണ്. ലെബനനിൽ നിരന്തരം ആക്രമണം നടത്തിയിരുന്നത് അമേരിക്കയല്ല, ഇസ്രായേലായിരുന്നു. വെടിനിർത്തൽ കാലത്ത് പോലും ഹിസ്ബുള്ള പോരാളികളെ ലക്ഷ്യമിട്ട് ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നു. എന്തിന്? ട്രംപ് വിലക്കിയിട്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കുലുങ്ങിയില്ല. ട്രംപ് ഫോണിലൂടെ അസഭ്യം പറഞ്ഞിട്ടും നെതന്യാഹു തീരുമാനം മാറ്റിയില്ല. നെതന്യാഹുവും ട്രംപും തമ്മിൽ അകലാൻ വരെ കാരണമായി ലെബനനിലെ ആക്രമണം. കരാറുമായി ലെബനൻ ആക്രമണത്തിന് ബന്ധമില്ല എന്ന് പോലും നെതന്യാഹു പറഞ്ഞു. ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ ആഴ്ചകളായി തുടരുന്ന പോരാട്ടം നിർത്തലാക്കാനുള്ള ഏറ്റവും പുതിയ ശ്രമമാണ് ഫലം കണ്ടത് എന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഈ വെടിനിർത്തൽ കരാറിനെ കാണുന്നു. എവിടെ വെടിനിർത്തൽ നിലവിൽ വന്നാലും അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാറുള്ള പതിവ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തവണയും തെറ്റിച്ചില്ല. ഹിസ്ബുള്ളയുമായി വെടിനിർത്തലിന് സമ്മതിക്കാൻ ഇസ്രായേലിനെ വ്യക്തിപരമായി പ്രേരിപ്പിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നു. ലെബനനിലെ ആക്രമണം ഇറാനുമായുള്ള സമാധാന ശ്രമവുമായി ബന്ധപ്പെട്ട വിശാലമായ നയതന്ത്രത്തെ തടസ്സപ്പെടുത്തുമെന്ന് താൻ ചൂണ്ടിക്കാട്ടിയെന്നാണ് ട്രംപ് പറയുന്നത്. ഇസ്രായേൽ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതായും സംയമനം പാലിക്കാൻ സമ്മർദ്ദം ചെലുത്തിയതായും NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറയുന്നുണ്ട്. തുടർച്ചയായ പോരാട്ടം വിശാലമായ ഇറാൻ കരാറിനെ ദുർബലപ്പെടുത്തുമെന്ന് വാദിച്ചു. നിങ്ങൾ ചിലപ്പോഴൊക്കെ ശാന്തരാകണം, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുകയും വേണമെന്ന് ട്രംപ് പറഞ്ഞതായി NBC ന്യൂസ് പറയുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നേരിട്ട് സംസാരിച്ചോ എന്ന് പറയാൻ പക്ഷേ ട്രംപ് വിസമ്മതിച്ചു. ലെബനനിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും വെടിനിർത്തലിന് സമ്മതിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രംപിന്റെ പ്രസ്താവനകൾ വന്നത്. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിലാകുമോ എന്ന ആശങ്ക ഉയർത്തിയിരുന്നു ലെബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ. ലെബനനിൽ ആക്രമണം തുടർന്നാൽ സമാധാന കരാറിൽ നിന്ന് പിന്മാറുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. US ഇറാൻ കരാർ വഴി പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരാനായിരുന്നു ഗൾഫ് രാജ്യങ്ങളുടെയും ശ്രമം. അതിന് തുരങ്കം വെക്കുന്നതായി ഇസ്രായേലിന്റെ നടപടി. അമേരിക്കയുടെ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾക്കിടെ ലെബനനിൽ പ്രാദേശിക സമയം വൈകുന്നേരം 4 മണിയോടെയാണ് ഇരുപക്ഷവും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടത്. ഇറാന്റെ സഹായത്തോടെ അമേരിക്കൻ ഖത്തർ പ്രതിനിധികൾ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചു. 2 ഹിസ്ബുള്ള സ്രോതസ്സുകളും ഒരു മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥനും റോയിട്ടേഴ്സിനോട് വെടിനിർത്തൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഹിസ്ബുള്ള ഞങ്ങളെ ആക്രമിച്ചില്ല എങ്കിൽ ഞങ്ങൾക്ക് ഇത് യുദ്ധത്തിന്റെ സമയമല്ല എന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. തെക്കൻ ലെബനനിൽ വിന്യസിച്ചിട്ടുള്ള ഇസ്രായേൽ സൈന്യം അവിടെ തന്നെ തുടരുമെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നുണ്ട്. വെടിനിർത്തലിന്റെ ആദ്യ മണിക്കൂറിലും ഇസ്രായേൽ നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തിയതായി ലെബനൻ ആരോപിച്ചു. എന്നാൽ വൈകുന്നേരം 5 മണിക്ക് ശേഷം ആക്രമണങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വെടിനിർത്തൽ പ്രഖ്യാപനം പ്രതീക്ഷകൾ നൽകുന്നുണ്ട് എങ്കിലും മുൻകാല ഉടമ്പടികൾ ലംഘിക്കപ്പെട്ട ചരിത്രമുള്ളതിനാൽ വരും ദിവസങ്ങളിൽ ഇത് നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ലെബനനിൽ സമഗ്രമായ വെടിനിർത്തൽ ഉറപ്പാക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും കൂടുതൽ ചർച്ചകളെന്ന് ഇറാൻ വ്യക്തമാക്കിയതായി ഹിസ്ബുള്ള നിയമസഭാംഗം ഹസൻ ഫദലല്ല പറയുന്നു. കരാർ പ്രകാരമുള്ള പ്രതിബദ്ധതകൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് അമേരിക്കയുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ കാലയളവിൽ ലെബനനിൽ നടത്തിയ ഇസ്രായേൽ ആക്രമണം US ഇറാൻ ചർച്ചകൾ മാറ്റിവെക്കാൻ വരെ കാരണമായിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയെയും ഹോർമുസ് കടലിടുക്കിന്റെ ഭാവിയെയും കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാന വിഷയമായി ലെബനനെ ഇറാൻ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഡിജിറ്റലായി ഒപ്പുവെച്ച ഇടക്കാല കരാർ പ്രകാരം ഇറാന്റെ ആണവ പ്രവർത്തനങ്ങളും ഉപരോധ നീക്കവും പ്രാദേശിക സുരക്ഷാ പ്രശ്നങ്ങളും ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു ഒത്തുതീർപ്പ് ചർച്ച ചെയ്യാൻ 60 ദിവസത്തെ സമയമുണ്ട്.
അതേസമയം ഹോർമുസ് കടലിടുക്ക് അടച്ചുവെന്ന റിപ്പോർട്ടുകൾ തള്ളി ഇറാൻ രംഗത്ത് വന്നിട്ടുണ്ട്. കപ്പൽ ഗതാഗതം തുടരുന്നുണ്ട് എന്നും ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിയ വാർത്തകൾ തെറ്റാണ് എന്നും ഇറാൻ വ്യക്തമാക്കി. ജൂൺ 18-ന് യുഎസുമായി ഒപ്പിട്ട ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാന ജലപാതയിലൂടെയുള്ള വാണിജ്യ കപ്പൽ ഗതാഗതം തുടരുകയാണ് എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് വീണ്ടും അടച്ചു എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതവും കൃത്യമില്ലാത്തതുമാണ് എന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബാക്കായും പറഞ്ഞു. ധാരണാപത്രം ഒപ്പിട്ടതിനെ തുടർന്ന് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ ടെഹ്റാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും നിലവിൽ ഗതാഗതം സാധാരണ നിലയിലാണ് എന്നും ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി.